ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം, യേശുവിന് മഹത്വം. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ളവനെ ഹല്ലേലൂയ, ദയയുള്ളവനെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളോട് മനസ്സലിവുള്ളവനെ നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, നല്ല ധന്യനിമിഷങ്ങൾക്കായി നന്ദിയാർന്ന ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ ഒന്നിച്ച് കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഇടത്തെ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് അപ്പച്ചനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ വളരെ മനോഹരമായ ഒരു നല്ല ദിനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രാത്രി ഞങ്ങൾ വന്നതുപോലെയല്ല, ഞങ്ങളുടെ ജീവിത നിലവാരങ്ങൾ അറിഞ്ഞ് കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അവൻ കഴിഞ്ഞ ഒരു വർഷക്കാലം അങ്ങ് ഞങ്ങളെ നടത്തിയ എല്ലാ വഴികളും വിധങ്ങളും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞങ്ങളാരും നിന്നതല്ല, നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല കർത്താവെ. ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ആമേൻ. വഴുവഴുപ്പ് പോലെയുള്ള കർത്താവെ, എപ്പോൾ വേണമെങ്കിലും വീഴുവാൻ സാധ്യതയുള്ള കർത്താവെ, ഇടറുവാൻ സാധ്യതയുള്ള ആമേൻ ഹല്ലേലൂയ, വീണു പോകുവാൻ ഒത്തിരി സാധ്യതയുള്ള ഒത്തിരി നിലവാരങ്ങളുടെ നടുവിലൂടെ അഗ്നി ഞങ്ങളുടെ നേരെ വന്നപ്പോൾ, നദികൾ ഞങ്ങൾക്ക് നേരെ ഉയർന്നപ്പോൾ ഹല്ലേലൂയ, അഗ്നി ഞങ്ങളെ കവിയാതെ, നദി ഞങ്ങളെ മുക്കിക്കളയാതെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലം അങ്ങേക്ക് വിശുദ്ധമായി തീരട്ടെ. അവൻ ഞങ്ങൾ അങ്ങേക്ക് വിശുദ്ധമായി മാറട്ടെ. ഞങ്ങളുടെ ശരീരത്തിന്മേൽ, ചിന്തകളുടെ മേൽ ദൈവാത്മാവിൻ്റെ ശക്തമായ ആത്മവ്യാപാരം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ അങ്ങേക്ക് പ്രസാദമുള്ള ആമേൻ ഹല്ലേലൂയ, ആമേൻ കർത്താവേ ഹല്ലേലൂയാഗമായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സ്ഥാപനത്തിനായി സ്തോത്രം. ഇവിടെയുള്ള ഞങ്ങളുടെ ദാസനും ദാസിയും കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പ്രിയമാതാവിനായി പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ ആമേൻ ഞങ്ങളുടെ അഭിഷക്തനായി സ്തോത്രം. ദാസനെ ഞങ്ങളുടെ നടുവിലേക്കുമായി ചൊല്ലു, കുടുംബമായി ഞങ്ങൾ ഏൽക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ബലത്തോടെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ആമേൻ ദൂത് പരിശുദ്ധാത്മാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന ദൈവ ജനത്തിനായി സ്തോത്രം. പേരുപേരായി, വ്യക്തിപരമായി, കുടുംബമായി എല്ലാവരും യേശുവചനങ്ങളിലേക്ക് തരുന്നു. എല്ലാ സഹോദരന്മാർക്കായി സ്തോത്രം, എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും സ്വർഗം കൃപ നൽകണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് വിശേഷം ഈ കർത്താവെ അവൻ ഈ സ്ഥാപനത്തിന് ഒരു അനുഗ്രഹമായിരിക്കാൻ, ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കുവാൻ, കടന്നു വന്നെല്ലാം പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണം. ആദ്യം മുതൽ പരിവസാനം വരെയും കർത്താവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, രക്തക്കോട്ടയിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുക. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് പാടുന്ന രാത്രിയിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കാണും
ഭുജബലമേ നേരെ വന്നതാ വാക്കിൻ നൻപിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ എന്നേരെ വന്നതാ വാക്കിൻ നമ്പിനാ നേരെ വന്നതാ വാക്കിൻ നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ നീ ശക്തിയാൽ എന്റെ കരമുറുക്കി എൻ വഴികളിലെല്ലാം കുറവ് തീർത്തി വിടും നിൻ ശക്തിയാൽ എന്റെ കരമുറുക്കി എൻ വഴികളിലെല്ലാം കുറവ് തീർത്തിടും എന്റെ കാലിനെ മാൻപേടക്കാലിന് തുല്യമാക്കിയിടും പിന്നെ ഗിരികളിൽ നിർത്തും എന്റെ കാലിനെ മാൻപേടക്കാലിന് തുല്യമാക്കിയിടും പിന്നെ ഗിരികളിൽ നിർത്തും നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയിടും നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ
നന്ദിയോട് പറഞ്ഞു, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിയിടും പുഞ്ചമല്ലിയൊക്കെ നാടിലും, ഇനി എല്ലാ നാളിലും എന്നെ നടത്തിയിടും തിരുകരത്താ, ഇനി എല്ലാ നാളിലും എന്നെ നടത്തിയിടും പുഞ്ചബലത്താ. ഇന്ന് രാത്രിയിലും എത്ര പേർക്ക് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ ചേർന്ന് പറയാൻ പറ്റും, എന്നെ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവിനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മെ നടത്തിയ ഒരു കർത്താവ്, ഹൃദയം നിറഞ്ഞ കർത്താവിന്റെ സന്നിധി സന്തോഷത്തോടെ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ദൈവമാണ് എന്നെ നടത്തിയത്. പാട്ടുകാരൻ പറഞ്ഞു, മാൻപേടയ്ക്ക് തുല്യമായ കാലുകളെ തന്ന. ഹല്ലേലൂയ. കാട്ടിൽ വസിക്കുന്ന സമയത്ത് വന്യമായ ജീവിതാനുഭവ തലങ്ങളിൽ ഹല്ലേലൂയ തന്നെക്കാൾ ശക്തിയേറിയ, തന്നെ വേട്ടയാടാൻ വരുന്ന കരുത്തുറ്റ മൃഗങ്ങളുടെ നടുവിൽ നിന്ന് അതോടി രക്ഷപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാൽ അതിന്റെ മേൽ പകരപ്പെട്ട കാലുകളാണ്. ഇന്ന് രാത്രി പാട്ടുകാരൻ അങ്ങനെ തന്നെയാണ് പാടിയത്. ഓടി ഒളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ലാത്ത വിധത്തിൽ വൈതരണികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുകയാണ്, അവൻ നമുക്ക് മാൻപേടയ്ക്ക് തുല്യമായ കാലുകളെ തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ്, എന്റെ ബലത്താൽ ഞാൻ നടന്നതല്ല, എന്റെ കരത്താൽ ഞാൻ പോയതല്ല, സ്തോത്രം, എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതല്ല, എന്റെ ദൈവം എന്നെ നടത്തിയതാണ്, എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ആണ്ടുകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയെങ്കിൽ, ദുഃഖത്തിന്റെ തീച്ചൂളയുടെ നടുവിൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് എന്നെ മാനിച്ചെങ്കിൽ, ഇന്ന് രാത്രിയിലും എന്റെ കർത്താവിനോട് കൂടെയുണ്ട്. ബോധ്യമുള്ളവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. നമുക്കൊരുമിച്ച് വേഗത്തിൽ കർത്താവിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. ഹല്ലേലൂയ. രാത്രി എത്ര ചേർന്ന് പറയും, പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, ശബ്ദമെഴുതി പറഞ്ഞേ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. നന്ദിയോട് ഹല്ലേലൂയ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഒരിക്കൽ കൂടെ, പരീക്ഷ അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇന്ന് രാത്രി എത്ര വലിയ പ്രതികൂലങ്ങൾ നമുക്കെതിരെ ഉയർന്നു വന്നാലും നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളതോർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ തട്ടിച്ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാമേ. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. നമ്മയോടെ എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേ
ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിണി വേഗം വരും രാജരാജനെ കാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരത്വര വിഷപ്പല്ലുത്തകന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരത്വര വിഷപ്പല്ലുത്തകന്നതാകയാൽ. നീതി തെല്ലും ഭയമില്ല മൃത്യുവിൽ നമ്മൾ കൊല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസവനെ കണ്ണിൽ തകർന്നില്ല. നിത്യവാസവനെ ശിവൻ കണ്ണിൽ തകർന്നില്ല. കർത്താവിന്റെ കൃപയാണ്. അധരം കൂട്ടി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാനല്ല. ഇന്ന് രാത്രി ബോധ്യമുള്ളവർ ചേർന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കുന്നത് എന്റെ കർത്താവിന്റെ കൃപ കൊണ്ടാണ്.
ഹല്ലേലൂയ. അതിനോട് പ്രതികരിക്കുന്നവർ പ്രതികരിച്ചു. ആമേൻ. അതിനോട് സ്തോത്രം ചെയ്യുന്നവർ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയ. കർത്താവ് നമുക്ക് വേണ്ടി ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഇടമാണ്. കർത്താവ് നമ്മെ കൊണ്ടുവന്ന ഇടം ദൈവത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞതുപോലെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പടിച്ചു കളക. ഹോരേബിലെ ഒരു സാധാരണ ഇടമാണ്. എല്ലാ ഇടയന്മാരും പോകുന്നത് പോലെ താനും പോയി. എല്ലാ ഇടയന്മാരും ചെയ്യുന്നത് പോലെ താനും തന്റെ ആടുകളെ നോക്കി. എല്ലാ ഇടയന്മാരും നോക്കി കാണുന്നത് പോലെ ഒരിടം അവനും വിചാരിച്ചു. എന്നാൽ ആ തലം മാറിയത് അവൻ അറിഞ്ഞില്ല. രാത്രി ദൈവാത്മാ പറയുക, നീ നോക്കുന്ന ഇടം നിൽക്കുന്ന ഇടം അത് സാധാരണമായി തോന്നിയാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ തലങ്ങൾ മാറുകയാണ്, സ്ഥലങ്ങൾ മാറുകയാണ്, ഹോരേബ് മാറുകയാണ്, മുൾപ്പടർപ്പ് മാറുകയാണ്, ശുശ്രൂഷകൾ മാറുകയാണ്, ഡയറക്ഷൻസ് മാറുകയാണ്, നിയോഗങ്ങൾ മാറുകയാണ്, അടിമ മുഖങ്ങൾ അവൻ ഉടയുകയാണ്. അവൻ നാമ നാളുകളായുള്ള ശത്രുവിന്റെ സ്തോത്രം ഹല്ലേലൂയ മുഖങ്ങൾ ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ ഒടിയുമെന്ന് വിശ്വസിക്കുന്നവർ അത്ഭുത നിമിഷങ്ങൾ അധരം തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഇന്ന് രാത്രി ഒരു തീ ഇവിടെ ഇറങ്ങുന്നെങ്കിൽ, ഹോരേബിലൊരു തീ ഇറങ്ങുന്നെങ്കിൽ ആ തീ അവിടെ കൊണ്ട് തീരത്തില്ല, അത് മിസ്രൈമിലേക്ക് കത്താൻ പോവുകയാണ്. ഇത് ദൈവത്തിന്റെ ഹോരേബാണ്, ഈ ദൈവത്തിന്റെ ഹോരേബാണ്.
ഭാരമായി തീരുകയാണ്. കർത്താവിനെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവനെ ആരാധിക്കുമ്പോൾ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വസിക്കുന്ന ഇറങ്ങി വരും. രാത്രി ചരണങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ ഒരു കരം നിങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് വിശുദ്ധകരം സ്വർഗത്തിലെ ഉയർത്തി പറഞ്ഞ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ക്ഷീണം കൊണ്ട് എന്നെ അലട്ടുന്ന ഒത്തിരി രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവ റാഫ, അവൻ സൗഖ്യത്തിന്റെ ദായകൻ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറയുവാൻ പാടുവാൻ പറ്റുമോ? സമർപ്പണത്തോടൊന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തുടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കരുണ കാട്ടട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പ്രിയപ്പെട്ടവർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. പ്രാരംഭമായ സഹോദരിമാർ ഒരാൾക്കും ശേഷം സഹോദരന്മാരുടെ ഭാഗത്ത് മറ്റൊരാൾക്കും വളരെ വേഗത്തിൽ തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യജമാനൻ പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിപ്പാൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ എന്ന് ഞങ്ങൾക്ക് അവകാശത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലെ കൂട്ടായ്മ ദൈവത്തിന്റെ കൈകളിലേക്ക് സമർപ്പിക്കപ്പാ. ദൈവത്തിന്റെ ഭാഗ്യ ദൈവത്തിന്റെ കട്ടകളുടെ അവസ്ഥയ്ക്ക് ഭേദം വന്നതുപോലെ ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവേ ഈ സ്ഥാപനത്തിനകത്ത് വ്യക്തമായി അവരുടെ എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇടക്കുന്ന ആരാധന കർത്താവേ കർത്താവേ ദേശങ്ങളിലേക്ക് വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ദേശത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദേശത്ത് വ്യക്തമായി നടക്കട്ടെ കർത്താവേ. അവന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഈ സ്ഥാപനത്തെ ഏൽപ്പിക്കാം. കർത്താവിന്റെ ആത്മാവിനെ ശക്തി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഈ ഒരു സ്ഥാപനം ഒരുക്കി ഐക്യമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രാത്രികാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരണം. കണ്ണൂർ ജനത്തെ ദൈവം ഐക്യമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണുവന്നതുപോലെ എല്ലാ പാലിനെ വിടുതൽ പ്രാപിച്ച് ഞങ്ങളുടെ മടങ്ങി കണ്ണുപോകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഒരു ഞങ്ങൾക്ക് ഒരു നന്മയും കർത്താവേ. നീ ഞങ്ങളുടെ
ദൈവമായി നിങ്ങളുടെ കർത്താവ് ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ രാത്രി ഞങ്ങൾ ആയിരിക്കുമ്പോൾ സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ. ദൈവിക ശബ്ദം രാത്രി ഞങ്ങളെ കേൾപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കണമ. രാത്രികാല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് പകരുമാറാണ് പ്രത്യേക കർത്താവേ. ഞങ്ങളുടെ സഹോദരങ്ങളെ രോഗത്താൽ പാലപ്പെടുന്നവരുണ്ട് കർത്താവേ, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ഞങ്ങളുടെ പിഞ്ചുകുഞ്ഞുങ്ങൾ രോഗത്താലിരിക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവിന്റെ വേഗത്തിൽ ഓർന്ന വചനം രാത്രി വിടുതൽ നടക്കുവാനാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവ് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭയായി നിങ്ങൾ ഓരോരുത്തരും ഇടയാക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഒരിക്കലും ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. ദേവദാസന്മാരെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവേ നീ അവരെ നടത്തുവാനാണമേ. മാനുഷികാലോചന ഞങ്ങൾക്ക് വേണ്ടപ്പാ. രാത്രി ദൈവത്തിന് ഞങ്ങളോട് എന്ത് സംസാരിക്കണമോ എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സാന്തരം ഏത് മേഖലയിലാണ് വരുത്തേണ്ടത്, എവിടെയാണ് കർത്താവ് ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്, അതിന് രാത്രി ദൈവം ഞങ്ങൾ വെളിപ്പെടുത്തി തന്ന രാത്രി കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കലും ഞങ്ങൾ എല്ലാവരെയും ദേവാലയത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ പാദത്തിൽ ഇരിക്കുന്നപ്പാ. കൃപയുടെ മറയുന്നത് ഓരോരുത്തരെയും മറയ്ക്കണം. പ്രാർത്ഥനയുടെ ദൈവം ജീവിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നന്ദി കർത്താവേ. വീണ്ടും നമുക്കൊരു വിഷയത്തിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ ക്രിസ്തുദാസിന്റെ സഹധർമ്മിണി പ്രിയ സിസ്റ്റർക്ക് സുഖമില്ലാതെ ഭാരപ്പെടുന്നു. ഈ വൈകവേളയിൽ ആശുപത്രിയിൽ പോകുവാനിടയായി കർത്താവ് ആ വാത്സല്യ ഭവനത്തോട്, പ്രത്യേകിച്ച് ആ പ്രിയ സഹോദരിയോട് രാത്രി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം പ്രിയ മകൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഭയായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. രോഗിക്ക് വൈദ്യം നമ്മുടെ കർത്താവ്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്ന സന്ദർഭങ്ങളുണ്ടായാലും എന്നാൽ അതൊക്കെ താൽക്കാലികമാണ്. വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ ആശ്രയിക്കും നല്ലതാണെങ്കിലും അതിനൊക്കെ പരിധിയുണ്ട്. എന്നാൽ അസാധ്യതയുടെ നടുവിൽ സാധ്യതയുളവാക്കുന്ന ജീവനെ വിലപേശുമ്പോൾ ആമേൻ ഹല്ലേലൂയ മറുവിലയായി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അത്ഭുതം ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളവർ അല്പനിമിഷങ്ങൾ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് പറയുന്ന രാത്രി കർത്താവ് ആമേൻ കുടുംബത്തോട് മനസ്സലിയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ആ രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറി പരിപൂർണമായി വിടുതൽ ദൈവം കൊടുക്കുവാനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ മറ്റാരെങ്കിലും സുഖമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പൂർണ്ണമായ രോഗസൗഖ്യത കൊടുക്കുമാറാകണമേ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന നിങ്ങൾ കണ്ടു ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി ഉയരുവാൻ
മറ്റു ആരെങ്കിലും ശാരീരികമായിട്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളുടെ മതത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭരണങ്ങളിലുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന അവരോട് ഉണ്ടായിരിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവരെ തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാക്കി മാറാകണമേ. അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് ദൂതനായി സ്തോത്രം ചെയ്യുന്നു. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യം രാത്രി സമയം ഹല്ലേലൂയ. എങ്ങനെ വലിയ ഞങ്ങൾ കേട്ട് കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവേ ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവേ എങ്ങനെ നാമത്തോട് അടുത്ത് ചേരുവാൻ കർത്താവിനെ ഒരുപടി കൂടി കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവേ ഇടിയാത്മാർത്ഥത്തിൽ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ശുശ്രൂഷിപ്പാനെങ്കിൽ ദാസന്മാരെ ബലപ്പെടുത്തുമാറാകണം. ഒരു സാന്നിധ്യം ഞങ്ങളോട് ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്കായി കേട്ടുള്ള സ്വന്തം സർവ്വേശ്വരൻ നാമത്തെ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുക. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കർത്താവ് ദാനമായി തന്നു. മനോഹരമായൊരു സന്ധ്യ കർത്താവ് നമുക്കൊരുക്കി. ഇങ്ങനെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഒരിക്കൽ പോലും ഉണ്ടാകുമെന്ന് നമ്മളാരും സ്വപ്നം കണ്ടതല്ല. അവൻ ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്തായി വളരെ മനോഹരമായൊരിടം ഈ സ്ഥലത്ത് ഈ സ്ഥാപനത്തിൽ കർത്താവ് നമുക്കായി തുറന്നു തന്ന കർത്താവിനെ വളരെ വിശാലമായി വീര്യവിശാലമായി ആമേൻ വളരെ മനോഹരമായി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ എല്ലാ അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ആമേൻ കുടുംബം ആമേൻ സ്തോത്രം. ഈ വാത്സല്യ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥാപനം പ്രിയ ആമേൻ കർത്താവിൻ്റെ മക്കൾ കുടുംബം പ്രിയ മാതാവ് അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ആമേൻ സ്തോത്രം. ആമേൻ നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ട ആമേൻ എല്ലാ സഹോദരി സഹോദരന്മാർ നമുക്കൊരുമിച്ച് ആമേൻ ഇങ്ങനെ വരുവാൻ ചേരുവാൻ ഒന്നിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെയൊക്കെ മുഖത്തുമൊക്കെ അറിയാം, നിങ്ങൾക്കൊക്കെ നല്ല ക്ഷീണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം പകലന്തിയോളമുള്ള അധ്വാനം കഴിഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഇവിടെ വന്നിരിക്കുമ്പോൾ ചെറുതായിട്ടൊരു മയക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല. പക്ഷേ ആമേൻ ക്ഷീണമൊക്കെ ഉള്ളപ്പോഴും കർത്താവ് നമുക്കൊരു വാക്യം ഒരു വചനം തന്നിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ശബ്ദവരിച്ചെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. കർത്താവിൻ്റെ രാത്രി നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന അടുത്തൊരു പ്രഭാതത്തിൽ ഒരു പുത്തൻ ഊർജത്തോടുകൂടെ ഒരു പുതിയ ബലത്തോടുകൂടെ ജോലിക്ക് പോകുവാൻ അധ്വാനിപ്പാനൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ബലം നൽകും. ആമേൻ സ്തോത്രം. കർത്താവ് ആമേൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് കൊടുത്ത അവൻ കാഴ്ചപ്പാടിനായി അവൻ ഈ പകലിൽ അവൻ അഭിഷിക്ത ദൈവദാസനോട് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ അവൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണെങ്കിലും അത് കൈമാറ്റപ്പെട്ട ദൂതായിട്ട് ഞാൻ കാണുന്നു. അവൻ എപ്പോഴും ജീവിതത്തിൽ വിജയത്തെ കൊണ്ടുവരുന്നത് ആമേൻ സ്തോത്രം നമ്മുടെ ദർശനങ്ങളും നമ്മുടെ സമർപ്പണവും നമ്മുടെ പ്രാർത്ഥനയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാണോ കാഴ്ചപ്പാടുള്ളത്, വിഷൻ ഉള്ളത്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. ആമേൻ. എവിടെയാണോ പ്രാർത്ഥനയുള്ളത്, ആമേൻ സ്തോത്രം, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കും. രണ്ട് കാര്യം ഞാൻ കർത്താവിൻ്റെ ദാസൻ വളരെ വേഗത്തിൽ ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനത് കേട്ടിട്ട് വിട്ടുകളയുന്ന ആളല്ല, അത് ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടപ്പോൾ അതുപോലെ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു. ഇപ്പോൾ ദൈവാത്മാവ് വീണ്ടും തന്നെ ഓർമ്മിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ എവിടെയാണോ വിഷൻ കാഴ്ചപ്പാടുള്ളത്, അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ആമേൻ. എത്ര പേര് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. എവിടെയാണോ പ്രാർത്ഥനയുള്ളത്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ആലയം. ഹല്ലേലൂയ. എല്ലാവർക്കും സ്ഥാപനങ്ങളുണ്ട്. ഇതിനെക്കാട്ട് വലിയ സ്ഥാപനങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട്. ആമേൻ സ്തോത്രം. ഇനിയും അനേക സ്ഥാപനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വലിയ ഡെവലപ്മെന്റ് നടക്കും. നമ്മൾ നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വേണ്ടാതിരിക്കുന്നു. അവർക്ക് നല്ലൊരു സ്തോത്രം പറഞ്ഞാൽ ദേശം അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും നമ്മളും അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദേശം അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഇടത്ത് ഇതിനെക്കാട്ടി മനോഹരമായ ഇടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ആലയം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകും. ആമേൻ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഈ ഒരിടം കൊടുത്തതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇത് സ്ഥാപിച്ചെങ്കിൽ
ദൈവം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കും. ആമേൻ പറഞ്ഞേ, ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രശ്നം? നമ്മൾ പകുതി വഴിക്ക് വെച്ച് ഒറ്റച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം കിട്ടാത്തത്. നമ്മൾ പോകും, പക്ഷെ കർത്താവ് അനുഗ്രഹിക്കാൻ വരും നമ്മളവിടെ കാണാത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും, ഓടും, അധ്വാനിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി അമ്മ വചന കേൾവിക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. അഭിഷക്ത ദൈവദാസൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം ഭാഗ്യമായിരിക്കും. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിക്കും. എത്രവർക്ക് എത്ര ദൈവത്തിൽ പറയും, കർത്താവ് നീ എന്നോട് സംസാരിക്കണം. തൻ്റെ ദാസന്മാരോട് തൻ്റെ വചനത്തിലൂടെ ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ അവൻ ദൈവം എന്നോട് സംസാരിച്ചു, കർത്താവിൻ്റെ സത്യത്തിലൂടെ. അവൻ എന്നോട് പറഞ്ഞു, ആ വാക്ക ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. യു നീഡ് ടു ഹാവ് എ വിഷൻ ആൻഡ് യു നീഡ് ടു പ്രേ. ആമേൻ. നിനക്ക് വിഷൻ ഉണ്ടാകണം, നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമായി, എന്നെ ഒത്തിരി ബലപ്പെടുത്തി. കർത്താവെ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തീരുമാനമെടുത്ത് ഇനിയും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയൊന്നും പോരാ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ പറഞ്ഞേ. ഹൃദയം തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വചനത്തിന്റെ വാതിലിനാണ് ഹൃദയത്തിൽ നിന്ന് തുറന്നു കൊടുത്ത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിനെ വിശുദ്ധിനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ വരവേക്കും. ദൈവം നമ്മെ ധാരാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേക ഈ സ്ഥാപനത്തിന്റെ തണലിലായിരിക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിലും ഇവിടെ തന്നെ നമുക്ക് കൂട്ടായ്മ ആചരിപ്പാൻ സർവശക്തനായ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പകലത്തെ അധ്വാനത്തിന് ശേഷമാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അധ്വാനിച്ച് ക്ഷീണിച്ചവരാണ് എങ്കിലും സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെയൊക്കെ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നവരായി തീരുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുവാൻ ഇടയാകുന്നത്. രാത്രിയിൽ ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് പലതവണ ഞാൻ സഭയിൽ പ്രസംഗിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്തയിലും എൻ്റെ ഇതിലൊക്കെ കടന്നുപോയ ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി വീണ്ടും ഷെയർ ചെയ്യുന്നത്. ഈ വചനം എൻ്റെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത് അത്ഭുതമായി തീരുവാൻ, അത് അനുഗ്രഹമായി തീരുവാൻ, അതൊരു വിടുതലായി തീരുവാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു വചനമാണ്. എഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളെ ശ്വാസം നൽകുന്നു. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. 5-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, ഇനി ഒരു ഉയർച്ചയില്ല, ഇനി അങ്ങോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ഭാരപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുവെങ്കിൽ ഈ വചനം ഇസ്രായേൽ ജനങ്ങളോട് പ്രത്യാശ നൽകി അവരെ വീണ്ടെടുത്തൊരു വചനമാണ്. BC 593-ലും 571-ലും ബാബിലോണിയ പ്രവാസത്തിൽ കടന്നുപോയ ഇസ്രായേൽ ജനങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ അവരുടെ പ്രതീക്ഷകൾ സകലതും നഷ്ടപ്പെട്ടപ്പോൾ, പ്രവാസത്തിൽ എന്ന് പറയുമ്പോൾ അന്ന് പ്രവാസം, നമ്മളിവിടെ പ്രവാസികളാണ് അല്ലേ?
പക്ഷെ ഇതുപോലുള്ളൊരു പ്രവാസമല്ല ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ. അടിമത്തത്തിന്റെ കീഴിലായി അവർ അന്യദേശത്ത് പരദേശിയായി വസിക്കുമ്പോൾ അവർ അവിടെ അടിമകളായിത്തീരും. ഒരു അടിമയുടെ അവസ്ഥ പഴയ കാലങ്ങളിൽ നമ്മളെ കാര്യങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടിമയ്ക്ക് അവിടെ ഒരു വോയിസുമില്ല. അവൻ അവിടെ പറയുന്നത് ചെയ്യുവാൻ, ആ രാജ്യത്തിലെ പ്രവാസിയായി ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾക്കും അവിടുത്തെ രാജവാഴ്ചകൾക്കും അടിമയായി ആ ദേശനിവാസികളെ പോലെ പോലുമല്ല അവർ ആയിരിക്കുന്ന. അങ്ങനെയുള്ള അവിടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ യെഹെസ്കേൽ പ്രവാചകനെ അയച്ചുകൊണ്ട് അതിനകത്ത് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത് വായിച്ചാട്ട്. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവരുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അസ്ഥികളുടെ നടുവിലൂടെ യെഹെസ്കേൽ പ്രവാചകനെ ചുറ്റി ചുറ്റിക്കൊണ്ട് നടത്തുമാറാക്കി എന്ന് പറഞ്ഞാൽ അസ്ഥികൾ കൂട്ടി കുംഭാരമായി കിടക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ല. ഈ അസ്ഥികളെ മാംസമില്ല, ശരീരമില്ല, ത്വക്കില്ല, ഒന്നുമില്ലാത്ത അസ്ഥികളോട് നോക്കി പ്രവചിക്കുവാൻ പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ, പ്രത്യാശയില്ലാതെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ നോക്കി നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ആദരം തൊട്ട് നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയുമോ? നമ്മുടെ മുമ്പിൽ വഴികൾ സകലതും അടഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് ചലിക്കുവാൻ ഒരു വഴിയും നമ്മൾക്കില്ല. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുക്കണമെന്ന് വ്യാകുലതയോടായിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിനക്ക് പ്രവചിക്കുവാൻ കഴിയുന്നുവെങ്കിൽ യെഹെസ്കേൽ പ്രവാചകനെ കൊണ്ട് കാണിക്കുന്ന ഒരു ദൂതാണ്, ഒരു പ്രവചന സത്യമാണ്, ഇസ്രായേൽ ജനങ്ങളോടുള്ള ദൂതാണ് അവനെ അറിയിക്കുവാൻ ഇടയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിന് പറയുന്നു, ഒന്നാമത് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 2-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥകൾ എത്രമാത്രം അതപ്പതിച്ചു പോയോ, അല്ലെങ്കിൽ എത്രമാത്രം നീചമായി പോയോ, അത് ഉണങ്ങി വറ്റ് പോയ ഒരവസ്ഥയിലേക്ക്, അസ്ഥികളുടെ മേൽ ഒരു തുള്ളി വെള്ളം പോലും അതിന്റെ മേൽ ഇല്ലാത്ത രീതിയിൽ ഉണങ്ങിപ്പോയി ദ്രവിച്ചു പോയ അവസ്ഥ. മനുഷ്യന്റെ അസ്ഥികൾ ദ്രവിച്ചു കിടക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ, പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇതുപോലെയാണ്. ഇനി ഒരു പ്രത്യാശയുണ്ട്, ഒരു കിളിർപ്പ് നമ്മളിലൂടെ, ഒരു ഉയർച്ച നമ്മളിലൂടെ ഉണ്ടാകുമോ? അപ്പോഴാണ് യെഹെസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, ഈ അസ്ഥിയെ നോക്കി പ്രവചിക്കുവാൻ. ഇന്ന് രാത്രിയിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കി നിനക്ക് പ്രവചിക്കുവാൻ കഴിയും. ഈ അസ്ഥികൾ ജീവിക്കുവാൻ പോവുകയാണ്. എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്ന ദിനങ്ങളാ, എന്റെ പ്രതികൂലങ്ങൾ മാറുന്ന ദിനങ്ങളാ, ഈ ദേശത്തിനെ അത്ഭുതമാക്കി അടയാളമാക്കി മാറ്റുന്ന ദിനങ്ങളാ. ഈ വരുന്ന വർഷങ്ങളിൽ ഈ 2024 അവസാനിക്കുമ്പോൾ, ഈ അവസാനത്തിന്റെ മാസത്തിൽ നിന്നുകൊണ്ട്, ദൈവവചനത്തിന്റെ ദൂതിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആദരം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ കഴിയുമോ? എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ഒരു വർഷമാണ് 2025 എന്ന് നിനക്ക് നോക്കി കൽപ്പിക്കുവാൻ കഴിയുമോ? നിന്റെ തലമുറയെ നോക്കി നിനക്ക് കൽപ്പിക്കുവാൻ കഴിയുമോ? നിന്റെ കുടുംബത്തെ നോക്കി കൽപ്പിക്കുവാൻ കഴിയുമോ? നിന്റെ അവസ്ഥയെ നോക്കി നിനക്ക് കൽപ്പിക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ നീ കൽപ്പിച്ചു തുടങ്ങിയാൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ദിനങ്ങളാ. ഒരുപക്ഷെ നിനക്ക് പ്രതീക്ഷ കാണത്തില്ല, ഈ ദേശത്ത് ഒരിക്കലും നടക്കയില്ല. ഒരുപക്ഷെ നിന്റെ ആഗ്രഹം നിനക്ക് പലപ്പോഴും ഈ ദേശത്ത് ഒരു സന്തോഷകരമായ, ഒരു ആനന്ദകരമായ, ഒരു സമൃദ്ധിയുടെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിനക്ക് ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഒരു വഴി നീ കാണുന്നില്ലായിരിക്കാം. പക്ഷെ സർവശക്തനായ ദൈവം പറയുന്നു, നീ അതിനെ നോക്കി എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണ്. ഈ മരുഭൂമിയിൽ കഴിഞ്ഞ നാളുകളെക്കാൾ അത്യത്ഭുതമായി എന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പ്രവചിക്കുവാൻ കഴിയുമോ? നീ പ്രവചിത്ത് തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുവാൻ കഴിയും. അതിന്റെ 3-ാം വാക്യം മുതൽ എടുത്താട്ട്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഈ അസ്ഥികൾ ദ്രവിച്ച്, ഈ അസ്ഥികൾ ഒരു അസ്ഥിയോട് യോജിപ്പില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ് ഈ യെഹെസ്കേൽ പ്രവാചകൻ കാണുന്നത്. ഈ പ്രവചിച്ചു തുടങ്ങിയപ്പോൾ അത് തമ്മിലുള്ള അതിന്റെ കണക്ഷൻ വിട്ട് കിടക്കുന്ന ഈ അസ്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യോജിപ്പില്ലാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ യോജിപ്പില്ലാതെ കിടക്കുന്നെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യം നമ്മുടേതാണ്. ഞാൻ പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 593-ലും 571-ലും നടന്ന പ്രവചന ഈ ദൂത് ഇന്ന് ഈ പുതിയ നിയമകാലത്ത് എങ്ങനെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് നിറവേറുമെന്നുള്ളതിന് ഒരു ദൈവവചന, പുതിയ നിയമത്തിലെ വചനമനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന ചില വാക്കുകളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വാക്യമായി ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കുക. എന്താണ് ഈ ഞരമ്പ്? ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഏറ്റവും ലെന്ത് പീസ് നോക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് എത്രയോ കിലോമീറ്ററുകൾ നീളമുള്ള നാഡീ ഞരമ്പുകളാ. ഈ നാഡീ ഞരമ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, എൻ്റെ കയ്യിലുള്ള ഈ നാഡീ ഞരമ്പ് ചലിക്കുന്നില്ല എങ്കിൽ എൻ്റെ കൈയുടെ അവസ്ഥ എന്തായിത്തീരും എന്ന് പറയാമോ? എൻ്റെ കൈ എനിക്ക് ഉയർത്തുവാൻ കഴിയുമോ? എൻ്റെ കൈ ഈ വശം തളർന്നു പോകും. ഇന്ന് രാത്രിയിൽ ഈ വചനം സംസാരിക്കുമ്പോൾ ഈ നാഡീ ഞരമ്പിന്റെ ചലനത്തെ കുറിച്ച് പറയുന്നത് പ്രാർത്ഥനയെ പ്രതിപാദിപ്പിക്കുന്നത്. ഈ നാഡീ ഞരമ്പ് എങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നോ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. കഴിഞ്ഞ പകലുകളിൽ ഞാൻ 2 ദിവസമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക, ഒരു മെഗാ കൺവെൻഷൻ. ആ കൺവെൻഷനുകൾ വന്നിരിക്കുന്ന ദൈവദാസന്മാർ ലോകത്തിൽ പ്രസിദ്ധരായ വലിയ ദൈവദാസന്മാരാ. പോളിയോഹിച്ചോയുടെ സഭയിലെ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലെയും അനേക ദൈവദാസന്മാരെ അവിടെ നമ്മുടെ കോട്ടയത്ത് ഒന്നിച്ചുകൂടുന്ന കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം അനുഭവം പറയുന്നത്, അവർ തുടക്കത്തിൽ ചെറിയ സഭയുമായി തുടങ്ങിയെങ്കിൽ അവിടെ വലിയ സഭ, പതിനായിരക്കണക്കിന് ജനം കൂടത്തക്ക വിധത്തിൽ സഭ വളർന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുവാനിടയിൽ എൻ്റെ ജീവിതത്തിലും അതിന്റെ കുറവുകളൊക്കെ ഒത്തിരി ഞാൻ അനുഭവിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാഡീ ഞരമ്പ് ചലിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ മേൽ നമ്മളെ ഒരു ചലനമില്ല എങ്കിൽ അവിടുത്തെ നാഡീ ഞരമ്പ് ചലിക്കുന്നില്ല. ഇന്നത് പറഞ്ഞതുപോലെയാണ്, പ്രാർത്ഥനയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറും പാഴായി ശൂന്യമായി തീരുവാനിടയായി തരും. നമ്മൾ എത്ര ഓടിയാലും എത്ര പരിശ്രമിച്ചാലും പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ പറയുന്ന കൊലോസ്യർ 4:2 എടുത്താട്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോട് ജാഗരിപ്പിൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനാണ് സമയം കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്നത്. പലപ്പോഴും നമ്മളത് ഒരു ചടങ്ങ് പോലെ നമ്മുടെ ക്രിസ്തീയ പേഴ്സണൽ പ്രയർ നമ്മളായി തീർക്കാറുണ്ട്. ഇത് ഇന്ന് രാത്രിയിൽ ഈ വചനം ചിന്തിക്കുമ്പോൾ എന്നോടുകൂടെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥനയിൽ നമ്മൾ ഒറ്റിരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ മേൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തണമെങ്കിൽ ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ചെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന്റെ മേൽ നാഡീ ഞരമ്പ് ചലിക്കുന്നത് പോലെ പ്രാർത്ഥനയാകുന്ന ജീവിതം ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങിക്കേ. അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുക, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരാൻ പോകുക, നമ്മുടെ പ്രവർത്തന ശൈലിക്ക് മാറ്റം വരാൻ പോകുക. ഇവിടെ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോട്
ശ്വാസത്തോടെ ജാഗരിപ്പീൻ. സങ്കീർത്തനം 66:18 പറയുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയതെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അകൃത്യം വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കുറവ് വെച്ചുകൊണ്ടല്ല, നമ്മൾ മറ്റുള്ളവരോടുള്ള കുറവ് വെച്ചുകൊണ്ടല്ല പറയേണ്ടത്. ദൈവസന്നിധിയിൽ ഒരു ശുദ്ധീകരണത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഇവിടെ പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം വാക്യം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 21:34 മുതലുള്ള വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാ. നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ജീവിക്കുവാൻ വേണ്ടിയാണോ നമ്മൾ അധ്വാനിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും എങ്ങനെ നാളെ പോകും? നമ്മൾ ചിന്താഭാരം എടുത്തിട്ട് നമുക്കൊരു മുഴം കൂട്ടുവാൻ കഴിയുമോ? ഒരു മുഴം കുറയ്ക്കുവാൻ നമുക്ക് കഴിയുമോ? വ്യാകുലപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ഇവിടെ പറയുന്ന ആകയാൽ ഈ അനുതാഴോട്ട് വായിച്ചാട്ട്, അത് സർവ്വഭൂമിയിൽ വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യന്റെ പുത്രന് മുമ്പിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നു, എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. രാത്രിയിൽ നമ്മുടെ മനുഷ്യപുത്രന്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കാൻ നമ്മളെ തന്നെ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ, ലോകത്ത് നമ്മൾ നിൽക്കുവാൻ പ്രാപ്തരാകണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6:5 മുതലുള്ള വാക്യം എടുത്താട്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാകരുന്ന കപടഭക്തിക്കാരെ പോലെ ആകരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കിട്ടുമെന്നുള്ള ഉറപ്പോടു കൂടിയാണോ? ഏത് വിഷയത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, അല്ലെ എന്നെ ദൈവം വിടുവിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. ഉറച്ച ധൈര്യത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. എന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ യാചനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കറിയാം, പലരും നമ്മൾ ഭക്തി കാണിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനക്കാരനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നതാണ്, ഇന്ന രീതിയിലാണ് മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനക്കാരനാണെന്ന് തെളിയിപ്പാൻ പലരും പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിലുള്ളവരെയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. ചില കുരിശിന്റെ മുമ്പിലൊക്കെ ചേർന്ന് വളരെ ഭക്തിയോട് കാണിക്കുന്നവർ, മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വായിച്ചാട്ടതാണ്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മുടെ അവസ്ഥ അറിയുന്നൊരു ദൈവം. രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും എന്നുള്ള അവസ്ഥ. ഏത് വിഷയത്തിനും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം.
അതിന്റെ മധ്യത്തിലും നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അറയിൽ കിടന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്റെ 7-ാം വാക്യം എടുത്താട്ട്, നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? നമ്മളത് പ്രാർത്ഥിച്ചു, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് പിന്നെയും ജൽപ്പനം ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ എനിക്ക് ദൈവം തരും, അല്ലെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അതിനുവേണ്ടി മറുപടി കൽപ്പിക്കും, അതിനല്ലെങ്കിൽ പ്രതിവിധി ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടാകുവാൻ ഇടയാകുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ജൽപ്പനങ്ങളായി, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു വിടുന്നവരാ. അത് കിട്ടിയെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴുമായി തീരുന്നത്. താഴോട്ട് വായിച്ചാട്ട്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. അവരോട് തുല്യ അതിഭാഷണത്താൽ നമ്മൾ ഒരു വിഷയത്തിന് തന്നെ ദൈവം കേട്ടു, അല്ലെങ്കിൽ ദൈവം അത് മനസ്സിലാക്കി എന്ന ബോധ്യം നമ്മളിലേക്ക് ആ വിഷയത്തിന്റെ മേൽ എന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ദൈവം പരിഹാരമാ. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ വീണ്ടും അത് മനസ്സിലാക്കിയിട്ട് പിന്നെയും ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ജൽപ്പനം ചെയ്യുവാനല്ല, എന്റെ പ്രാർത്ഥന എന്റെ ദൈവത്തിന്റെ പാദപീഠത്തിൽ എത്തി എന്നുള്ളൊരു ബോധ്യം കടന്നു വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാനിടയായി തീരും. താഴോട്ട് വായിച്ചാട്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയിച്ചു. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ. നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, നീ ചോദിക്കുന്നതിന് നിന്റെ ആവശ്യത്തിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം നമ്മോട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ താട്ട് വായിച്ചാട്ട്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുകയും, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതെ, ആ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ അത് പ്രാർത്ഥന നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടമായ പ്രാർത്ഥനയാണ്. അതിനെ കുറിച്ച് എഴുതിപ്പാൻ സമയമില്ലാതെ ഞാൻ വാക്കുകളെ ചുരുക്കുക. ആ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ ബന്ധക്കോസുകാർ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ആ പ്രാർത്ഥനയുടെ കണ്ടൻസ് മനസ്സിലാക്കുമ്പോൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം മനസ്സിലാക്കുമ്പോൾ, അത് ഓർത്തു പ്രാർത്ഥിക്കുവാൻ, അതിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് അന്നുള്ള ആവശ്യങ്ങൾ ദൈവപാദപീഠത്തിൽ നമ്മൾ സ്തോത്രത്തോട് സമർപ്പിച്ചു കഴിയുമ്പോഴാണ് ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാനിടയായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 11:24-25 വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. മർക്കോസിന്റെ സുവിശേഷം 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ മേൽ നിറവേറ്റി എന്നുള്ളത് വിശ്വസിക്കുവാൻ കഴിയുമോ? രാത്രിയിൽ ഈ വിശ്വാസമാണ് പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുവാൻ, പ്രാർത്ഥനയിൽ യാചിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. അതാട്ട് വായിച്ചാട്ട്, നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നിന്റെ യാചനകൾക്ക് മറുപടി കേൾക്കണമെങ്കിൽ, അതിന് മറുപടി അതിന്റെ അല്ലെങ്കിൽ ഉത്തരം ലഭിക്കണമെങ്കിലുള്ള ചില ക്ലിയറൻസ് നമ്മളിലാണ് വരേണ്ടത്. ഇവിടെ മനസ്സിലായി, ഇവിടെ പറയുന്നു നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. നമ്മുടെ ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ശുദ്ധിയാക്കി, വെടിപ്പാക്കേണ്ടത് വെടിപ്പാക്കി, ക്ലിയർ ചെയ്യേണ്ടത് ക്ലിയർ ചെയ്ത് ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുവാൻ ഇടയായി തീരും. പ്രാർത്ഥനയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അവിടെ നിന്ന് ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അനേക ദൈവദാസന്മാരുടെ ഉയർച്ചയ്ക്ക് കാരണമായത് പ്രാർത്ഥനയാണ്. കഴിഞ്ഞ
എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവളുടെ അടുത്ത് പറയുവാനിടയായി, ഇപ്പോൾ യോഗിച്ചോയുടെ സഭ വളരുവാനിടയായി പ്രഭാതത്തിൽ 3 മണി മുതൽ അവിടെ പ്രാർത്ഥന ആരംഭിക്കും. ദേവദാസന്മാർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, സഭയിലെ വിശ്വാസികൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ സഭയിൽ വന്നുകൂടുവാൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സഭയായി മാറുവാനിടയായി തീർന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഈ നാളുകളിൽ പടുത്തെടുക്കുവാൻ, നമ്മുടെ നിർജീവമായി കിടക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കിടക്കുന്ന എവിടെയുണ്ടോ അവിടെ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങേണ്ടത് പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിക്കുക. മാംസം എന്ന് പറയുന്നത് എന്തുവാ? വചനത്തെ കാണിക്കുക. വചനം. യോഹന്നാന്റെ സുവിശേഷം 1:14 എടുത്താണ്. യോഹന്നാൻ 1:1 എടുത്താണ്. യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന വചനമുണ്ടല്ലോ, ഈ വചനം നിന്നോട് ഇടപെടുമ്പോൾ, ഈ വചനം നിന്നോട് സംസാരിക്കുമ്പോൾ ഇത് ഓർത്തോണം, എന്റെ ദൈവമായി എന്നോട് സംസാരിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നതുണ്ടല്ലോ, ഇതെന്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇന്ന് മുതൽ ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ ശബ്ദമാണ് എന്ന് ഓർത്തു വേണം നമ്മൾ വചനം. ചില വചനങ്ങൾ നമ്മൾ ക്ഷീണിപ്പിക്കുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ചില വചനം വായിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുവാനിടയായി തീരും. ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ നിങ്ങളുമായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, സങ്കീർത്തനം 33:4 വാക്യം എടുത്താട്ട്, യഹോവയുടെ വചനം നേരുള്ളത്. നമ്മളെ നേരെ നയിക്കും എടുക്കണ്ട. യഹോവയുടെ വചനം നേരുള്ളത്. സങ്കീർത്തനം 105:18 പറയുന്നത് യഹോവയുടെ വചനം നിവൃത്തിയാകുകയും ചെയ്യും. സങ്കീർത്തനം 106:25 യഹോവയുടെ വചനം കേൾക്കാതിരിക്കരുത്. സങ്കീർത്തനം 119:17 പറയുന്നു, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും, സത്യത്തിന്റെ വചനം വായിൽ നിന്ന് നീക്കി കളയരുത്. 119 സങ്കീർത്തനത്തിൽ പറയുന്നു. 119:50 വാക്യം, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. നമ്മുടെ വചനം വായിക്കുമ്പോഴാണ് നമ്മളെ നിലനിർത്തുവാൻ, ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന്, പാപത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ജഡത്തിന്റെ ഇച്ഛകളിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 119:101 പറയുന്നത്, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് കാൽ വിലക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ വചനം നമ്മളോട് കൂടെ ഉള്ളപ്പോഴാണ് ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മളെ മാറ്റുവാൻ കഴിയുന്നത്. 119:105 വാക്യം, നിന്റെ വചനം കാലിന് ദീപമാ. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിൽ നടപ്പിന് ദീപമോ, പ്രകാശം പകരുന്നതാ. കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 3:17 മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിനും കാവൽക്കാരനായിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. വായിൽ നിന്ന് വചനം കേട്ട്, ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ പ്രബോധിപ്പിക്കുന്നവരായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാടി ഞരമ്പ് ചലിക്കുന്നത് പോലെ വചനം നമ്മളിൽ ക്രിയ ചെയ്യുവാനിടയായി തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹകരമായി തീരുവാനിടയായി. എബ്രായർ ലേഖനം 4:12 എടുത്താട്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുധങ്ങളുടെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർപിടിപ്പിക്കുവാൻ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെയും അത് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ ഇടയായി തീരും. ഇവിടെ പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം
ചില വചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ആ വചനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് ജീവനായി പരിണമിക്കുവാനിടയായി തീരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായിരുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 15:16 വാക്യം കൊണ്ട് എടുത്താട്ട്. യിരെമ്യാവിന്റെ പുസ്തകം 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷിക്കേണ്ടത്, തടുത്തു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ ഭക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനമാ. ഇത് ദൈവശബ്ദമാ. ഇത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഇടയാകുന്നത്. തളർന്നിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, ഈ വചനം നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീരും. ചില പ്രതികൂല സാഹചര്യങ്ങൾ ഈ വചനം നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടെത്തണം. നമ്മൾ മറ്റു പലതും നമ്മൾ കണ്ടെത്തുവാൻ ഓടുന്നവരാ, അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രയത്നിക്കുക, ലോകത്തിന്റെ മുമ്പേ ഓടുന്നവരാ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, കർത്താവേ എന്താണ് ഇതിന്റെ പിന്നിൽ? എന്റെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഒരു പ്രവാചകനെ അയച്ചിട്ടല്ലായിരിക്കാം, ഒരു വ്യക്തിയെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടാകത്തില്ല. പക്ഷെ ഈ വചനം നിങ്ങളോട് സംസാരിപ്പാൻ, ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി ഇവിടെ പറയുന്നു യിരെമ്യാ പ്രവാചകൻ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവം ആയ യഹോവേ, നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവന്റെ വചനം നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറുവാൻ, നമ്മളെ തളർത്തിക്കളയുന്ന, നമ്മളെ മടിപ്പിച്ച് കളയുന്ന, നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ബലം പകരുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നു, ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ചു. ഞരമ്പ് വെച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ കണ്ടിന്യൂ. രണ്ടാമതായി ഞാൻ പറഞ്ഞു മാംസം പിടിപ്പിക്കുക, വചനം നമ്മൾ ധ്യാനിക്കുന്നവരായി തീരണം. നിങ്ങളെ കൊണ്ട് മൂന്നാമത് പറയുന്നു, ഇവിടെ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ജീവിക്കേണ്ടതിന് തൊക്കുകൊണ്ട് പൊതിയുക. എന്താണ് തൊക്ക്? ഒരു മനുഷ്യ ശരീരത്തിലെ പൂർണ്ണമായി ആവരണം ചെയ്യുന്നതാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മൊത്തം ഇത് കാണിക്കുന്നത് നമുക്കറിയാം. ഇതെന്തുവാ? സ്നേഹത്തെ കാണിക്കുക. ത്വക്ക് കൊണ്ട് പൊതിയുന്ന, നമ്മുടെ ശരീരത്തെ ത്വക്ക് കൊണ്ട് പൊതിയുന്ന. ഇവിടെ പറയുന്നു 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്താട്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തോളമോ അത്രേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ, എന്തെല്ലാം കാര്യങ്ങൾ പറയും, പക്ഷെ അകത്ത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ, ഇവിടെ പറയുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളെയും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. അതാണ്ട് വായിച്ചാട്ട്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും. നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, ഫ്രീ ആയിട്ട് മറ്റുള്ളവരെ കൊടുത്താലും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ല എങ്കിൽ, ദൈവ സ്നേഹം നമ്മളിലൂടെ, സഹോദര സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ, ഇവിടെ പറയുന്നു താഴോട്ട് വായിച്ചാട്ട്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സ്നേഹം ദീർഘമായി. ഈ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഉപദ്രവിക്കുന്നവരോട്, നമ്മളെ കുറ്റം പറയുന്നവരോട്, നമ്മളെ വെറുക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട്?
ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യ ശരീരത്തെ പൊതിയുന്നത് പോലെ നമ്മളെ നിലനിർത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നത് സ്നേഹമാണ്. ഇവിടെ പറയുന്നു, താഴോട്ട് വായിച്ചാട്ട്, ദയ കാണിക്കുകയും ചെയ്യുന്നു. ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, ദോഷം കണക്കപ്പെടുന്നില്ല. സ്നേഹത്തിന്റെ പ്രത്യേകതകളാ. നമ്മുടെ ഹൃദയത്തിൽ ഈ നാളുകളിൽ സ്നേഹം തണുത്തുപോയിട്ടുണ്ടോ? ഇവിടെ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ദീർഘമായി നമ്മളെ ഒരു പക്ഷേ പല രീതിയിൽ ഉപദ്രവിച്ചവർ കാണും, പക്ഷെ നമ്മളെ അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നമ്മളിൽ തരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നമ്മുടെ കൂടെ നടന്നവർ, ഒരുപക്ഷെ നമ്മുടെ കൂടെ നടന്നവർ നമ്മുടെ കുതുകാൽ ചവിട്ടിയവരായിരിക്കാം, പക്ഷെ അവരോടും ക്ഷമിക്കുവാനുള്ള കൃപ കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നമുക്ക് തരണമേ. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇവിടെ പറയുന്ന സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥ അന്വേഷിക്കുന്ന. സ്നേഹം നമ്മുടെ കാര്യം അല്ല, എൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, മറ്റുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ നോക്കാതെ ജീവിക്കുന്നവർ. സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവന്റെ വേദന നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ വചനം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ഇവിടെ പറയുന്ന താഴോട്ട് വായിച്ചിട്ട്, ഒരു അനീതിയിൽ സന്തോഷിക്കാതെ, ഒരുവന്റെ ജീവിതത്തിൽ ചില വ്യതകൾ വരുമ്പോൾ, അവന് ചില കഷ്ടതകൾ വരുമ്പോൾ, ഒരുപക്ഷെ നിന്റെ ശത്രുവിനായിരിക്കും ചില കഷ്ടതകൾ വരുന്നത്, നിന്നെ ഉപദ്രവിച്ചവൻ ഇന്നത് വന്നല്ലോ എന്ന് ഓർത്ത് നീ സന്തോഷിക്കുകയല്ല വേണ്ടത്. രാത്രിയിൽ നമ്മുടെ സ്നേഹം എങ്ങനെ ഇത്രയൊക്കെ കഴിയുമല്ലേ? ശത്രുവിന് ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്തും നമ്മൾ സന്തോഷിക്കുകയല്ല. ദൈവമേ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ നമുക്ക് തരണമേ. നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ നമുക്ക് തരണമേ. ഇതാണ് നമുക്ക് വേണ്ടത്. വായിച്ചാട്ട്, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എല്ലാം സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഃഖങ്ങൾ, നമുക്കെതിരെ വരുന്ന തീയമ്പുകൾ, ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപ നമ്മളിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അതുകൊണ്ടാണ് ഇതിന്റെ 13-ാം വാക്യം എടുത്താട്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഒരു മനുഷ്യ ശരീരത്തിലെ തൊക്കുകൊണ്ട് പൊതിയുന്നത് പോലെ മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുവാൻ കഴിയുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. എഹെസ്കേൽ പ്രവചനം നമ്മുടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനിടയായി തീരും. ഈ വചനം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാകുന്ന ജീവിതം, രണ്ടാമത് വചന ധ്യാനമാകുന്ന ജീവിതം, മൂന്നാമത് നമ്മുടെ സ്നേഹം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സ്നേഹം എങ്ങനെയാണ് പറയുന്നു. അതുപോലെ തന്നെ നാലാമതായി പറയുന്നു ശ്വാസം വരുത്തും. അതിന്റെ വാക്യം എടുത്തിട്ട്, നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ 3 പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ 1 പ്രാർത്ഥന, 2 വചന ധ്യാനം, 3 നമ്മുടെ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ സ്നേഹം, സകലതും പൊറുക്കുവാനുള്ള സ്നേഹം. ഈ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചിതറപ്പെട്ട അവസ്ഥയായിരിക്കാം, സകലതും ഉണങ്ങിയ അവസ്ഥയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ഇവിടെ പറയുന്നു, യോബേൽ പ്രവചനം 2:28 എടുത്താട്ട്, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുമ്പോഴാണ് ദൈവീയ കൃപ നമ്മളിലേക്ക് കടന്നു വരുവാനിടയായി. ഇവിടെ പറയുന്നു, അന്ത്യനാളുകളിൽ സകല ജഡത്തിന് മേലും
എൻ്റെ ആത്മാവിനെ പകരും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാകുന്ന ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപരമായി തീരുവാൻ, വചനം ധ്യാനിക്കുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലെടുക്കുവാൻ കഴിയും. രാത്രിയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷീകരിച്ച നമ്മുടെ വില്യംഗിരിയെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഇന്ത്യ രാജ്യത്തെ സുവിശേഷീകരിക്കുവാൻ ഇടയായത്. വില്യംഗിരി ഒരു ചെരുപ്പുകുത്തിയായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിൽ ഇന്ത്യയെ കുറിച്ചുള്ള സുവിശേഷീകരണത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ചപ്പോൾ, തനിക്ക് പോകുവാൻ ഒരു വഴിയും ഇല്ലാതിരുന്നപ്പോൾ താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഇന്ത്യയുടെ ഭൂപടം എടുത്ത് അതിൽ മേലിരുന്ന് അത് നോക്കി, ഭിത്തിയിലൊട്ടിച്ച് ഭൂപടം നോക്കി അതിന് അദ്ദേഹം ആദ്യം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ആ ഭൂപടം എടുത്ത് തറയിൽ വെച്ച് അതിന്റെ മേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാണ് താൻ ഇന്ത്യയിലേക്ക് കടന്നുകൊണ്ട് ഇന്ത്യയെ സുവിശേഷീകരിപ്പാൻ, സ്വർഗമിടയാക്കുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വചനവാനവും സ്നേഹവും നമ്മളോട് കൂടെ ഇരിക്കുമ്പോഴാണ് യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്. എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, പല പ്രതീക്ഷകളും ഇല്ലാതെ പോയ ഇടത്തുനിന്ന് ദൈവത്തിന്റെ ശക്തി അതിലേക്ക് കടന്നു വരുമ്പോൾ, കാറ്റ് അതിന്റെ ഇതിലേക്ക് ഊതുമ്പോൾ ജീവശ്വാസമായി തീരുവാൻ സ്വർഗമിടയായി തീരും. ഇന്ന് രാത്രിയിൽ ഈ ക്യാമ്പിനകത്തിരുന്നു കൊണ്ട് നമ്മളായിരിക്കുമ്പോൾ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വചന ധ്യാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നമ്മളൊരു തീരുമാനത്തോട് മടങ്ങി പോകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് ഇന്ന് രാത്രി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. കർത്താവ് നമ്മെ കേൾപ്പിച്ച വചനത്തിനായി തിരുവരാമയം പറയും. നന്ദിയോടെ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേർ ആമേൻ പറയും? ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മുടെ നടുവിൽ അതിശക്തമായി ഉപയോഗിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് കർത്താവ് എഴുന്നേറ്റ് നിൽക്കാം. നന്ദിയോടെ ചേർന്ന് ചില നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറയാം. അവൻ കർത്താവയുടെ അഭിഷേകത്തിലൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച എല്ലാ വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ കർത്താവെ ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഞങ്ങൾ മയങ്ങിപ്പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആലസ്യം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉദാസീനത വന്നിട്ടുണ്ട്. പലപ്പോഴും ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ കർത്താവെ മാറിപ്പോയ ഒത്തിരി സന്ദർഭങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം സമർപ്പണത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആമേൻ. അല്പ നിമിഷങ്ങൾ എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥനയിൽ ആമേൻ അതിശക്തമായി മുന്നോട്ട് വരും. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ആമേൻ നമ്മെ കേൾപ്പിച്ചതുപോലെ സ്നേഹത്തിൽ ഞാൻ മുന്നോട്ട് വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടതൊക്കെ അവിടെയൊക്കെ ഞാൻ തീരുമാനമെടുക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അസ്ഥി പോലെ ജീവിതമായിരുന്നാലും അതിന്റെ മേൽ ജീവൻ പകരുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ചേർന്ന് പറഞ്ഞോട്ടെ, ശബ്ദവേദി പറഞ്ഞോട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അസ്ഥി പോലെ ഉള്ള തലങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ ജീവൻ വരും. ഇന്ന് രാത്രി നാം കേട്ട ദൂതാണ് ഹല്ലേലൂയ. വെറുതെ വന്നിരുന്നിട്ട് പോകുവാനല്ല, ഇന്ന് രാത്രി ആത്മാവിൽ ഏറ്റെടുത്തത് പറഞ്ഞ് എന്റെ ജീവിതം അസ്ഥിക്ക് സമമാണ്, ജീവനില്ലാത്ത അവസ്ഥയാണ്. അസ്ഥി കൊണ്ട് അവൻ മാത്രം കാര്യമില്ല, അതിന്റെ മേൽ മാംസം വേണം, അതിന്റെ മേൽ നാഡി നരമ്പുകൾ വേണം, അതിന്റെ മേൽ അവൻ രക്തമോടണം, അതിന്റെ മേൽ ഹല്ലേലൂയ രക്തത്തിലാണ് ജീവനുള്ളത് എന്ന സന്ധ്യയിൽ ചേർന്ന് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. അല്പ നിമിഷങ്ങൾ നിങ്ങൾ തുറന്ന് ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും.
ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ അനീശ്വരന്റെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. നമ്മെ തുടർന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ആശീർവാദം പറയുകയും ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് സമർപ്പിക്കുന്ന പ്രിയ ദിവസമെല്ലാവരും കർത്താവേ ഞങ്ങളെ സഹായിക്കുകൾക്കായി സ്തോത്രം. കേൾക്കപ്പെടുന്ന ആലോചനയ്ക്കും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവ് ദിവസങ്ങളുടെ ആലോചന ഞങ്ങളെ തന്നെ ഒരുക്കുന്നത് ചെയ്യുവാൻ കർത്താവ് ദിവസങ്ങളെ സഹായിക്കുവാനാണ് കർത്താവ് ഞങ്ങളുടെ ആലോചന ജീവിതത്തിൽ കൂടുതൽ കാരണമായി ചെയ്ത സഹായിക്കുവാനാണ് ബലപ്പെടുത്തിക്കുമ്പോൾ
കർത്താവിനെ സഹായിക്കുമ്പോൾ സ്തോത്രം. ആത്മാവിൽ ആരാധന കർത്താവിനെ അനുഗ്രഹമാക്കിയ സ്വർഗം സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയോ എല്ലാവരും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം കർത്താവ്. ഇവിടെ ആവശ്യമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. സ്വർഗം എല്ലാവരും ബലപ്പെടുത്തിക്കൊള്ളുകൾക്കായി സ്തോത്രം. സമാധാനത്തോടെ എല്ലാവരും പറഞ്ഞേക്കുന്നവർക്കായി സ്തോത്രം കർത്താവ്. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഒന്ന് സഹായിക്കണമേ. ആയിരിക്കുന്ന മേഖലയെല്ലാം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സമാധാനത്തോടെ കൂടെ ഒന്ന് സഹായിക്കണം. കൃപയ്ക്ക് എല്ലാവരും മറച്ചോളുമാറാണ്, രക്തത്തിനുള്ളവരെ സൂക്ഷിക്കുമാറാണ്. ആവശ്യമുള്ള ദൈവത്തിന്റെ കൃപയെ സാന്നിധ്യം കൂടെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഉണ്ടാകുമാറാകട്ടെ. പ്രത്യേകാല സ്ഥാപനത്തോടും പ്രിയ കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെയും ഉണ്ടാകുമാറാകട്ടെ. ഏതെന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവേ, സന്തോഷത്തോട് പിരിയാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.